ജനങ്ങളുടെ മനസ്സിലുണ്ട് ഉള്ള സ്നേഹം എനിക്കറിയാം. എന്നോട് ജനങ്ങൾക്ക് ഒരുപാട് ആളുകൾക്ക് സ്നേഹമുണ്ട്. കാരണം എൻ്റെ വലിയ പത്രാസ് കൊണ്ടല്ല, ഞാൻ ആപത് ഘട്ടങ്ങളിൽ കൂടെ ഉണ്ടായിരുന്നു എന്നുള്ളത് കൊണ്ടാണ്, എൻ്റെ കടമ നിർവഹിച്ചു എന്നുള്ളത് കൊണ്ടാണ്. അത് തേച്ച് മായ്ച്ച് കളയാൻ എങ്ങനെയാണ് കഴിയുക എന്ന പരിശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇത് വരുന്നത്. ഇതിൽ തൊഴിലുറപ്പ് തൊഴിലാളികളെ കളിയാക്കിയതിനെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ ഞാനതിൽ പ്രതികരിച്ചു. തൊഴിലുറപ്പിൻ്റെ പെണ്ണുങ്ങളല്ല ഞങ്ങളെ കണ്ടോളി എന്ന് പറഞ്ഞ് മുദ്രാവാക്യം വിളിച്ചിട്ട് നടക്കുന്നത് തൊഴിലുറപ്പിനെ പരിഹസിക്കലാണ്. തൊഴിലുറപ്പെന്ന് പറയുന്ന വൃത്തിയായിട്ട പണിക്ക് പോകുന്ന പെണ്ണുങ്ങളല്ല എന്ന ഒരു ടോണിലാണല്ലോ പറഞ്ഞത്. അതെന്തോ എനിക്കിഷ്ടമായില്ല. ഞാൻ പറഞ്ഞു, ഞാൻ അതിനെതിരായിട്ട് പറഞ്ഞത് ശരിയായില്ല എന്നുള്ളത്. അപ്പോൾ പിന്നെ അടുത്ത ദിവസം ഒരു പോസ്റ്റ് നിങ്ങൾ നോക്കണം, അത് സ്ഥാനാർത്ഥിയുടെ പേജ് തന്നെ. തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് എന്താ കൊമ്പുണ്ടോ? കെ ശൈലജ, നിങ്ങൾക്ക് സങ്കല്പിക്കാൻ പറ്റുമോ? ഇത്ര വ്യാജമായിട്ട് ഇത്ര പച്ച നുണ എങ്ങനെയാണ് പ്രചരിപ്പിക്കുന്നത്? തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് വേണ്ടി ഞാൻ സംസാരിച്ചു. അപ്പോൾ തൊഴിലുറപ്പ് തൊഴിലാളിക്ക് എന്താ കൊമ്പുണ്ടോ? കെ ശൈലജ, ഈ വാചകം എൻ്റെ നാക്കുന്ന എവിടെയെങ്കിലും വീണിട്ടുണ്ടോ? എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഞാൻ ഒരുപാട് ഇലക്ഷനിൽ മത്സരിച്ചിട്ടുണ്ട് കേട്ടോ. എനിക്കെതിരായിട്ട് UDF പ്രമുഖരായ നേതാക്കൾ മത്സരിച്ചിട്ടുണ്ട്. AD മുസ്തഫ സാറിനെതിരായിട്ട് മത്സരിച്ചിട്ടുണ്ട്. MP കൃഷ്ണനാർക്കെതിരായിട്ട് മത്സരിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഇത്രയും വൃത്തികെട്ട രീതിയിൽ കള്ളം പറഞ്ഞിട്ട് പേജുകൾ ഉണ്ടാക്കി. ഇപ്പോൾ വാട്സാപ്പ് പേജൊക്കെ ഇപ്പോഴാണ് നവമാധ്യമ പേജ് വന്നത് നമുക്ക് പറയാം. ഇങ്ങനെ തുടങ്ങിയാൽ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, ഇതെല്ലാം ബൂമറാങ്ങായിട്ട് വരുമോ അവർക്ക്. ഇതെല്ലാം കാണുകയും കേൾക്കുകയും ചെയ്യുന്ന വോട്ടർമാരുണ്ട് ഇവിടെ. എനിക്കുറപ്പാണ് കോൺഗ്രസ്സിനകത്തുള്ള UDFനകത്തുള്ള മാന്യതയുള്ള ഒരാളും ഇത് അംഗീകരിക്കില്ല. ഒരാൾക്കും ഇത് അംഗീകരിക്കാൻ പറ്റില്ല. ചിലരെന്നെ ഫോണിൽ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, ടീച്ചർ വിഷമിക്കണ്ട, ഞങ്ങൾക്കൊക്കെ അതിൽ എതിരഭിപ്രായമുണ്ട്, ഇത് ഏത് ഗ്യാങ്ങാണ് ഈ ചെയ്യുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ട്. പേരൊന്നും ഞാൻ വെളിപ്പെടുത്തുന്നില്ല. ഇനി മുസ്ലിം ലീഗിനകത്ത് എന്താ മാന്യമായിട്ട് ഇടപെടുന്ന പെരുമാറുന്ന ആളുകളില്ലേ? ഇതെവിടുന്ന് കൊണ്ടുവന്നു ഈ സംഘത്തെ? എവിടുന്നോ കൊണ്ടുവന്നവരാണ്. വടകരക്കാരാണെന്നൊന്നും എനിക്ക് അഭിപ്രായമില്ല. ആരെങ്കിലും ഉണ്ടാവാം വടകരയിലുള്ളവരും. എവിടുന്നോ കൊണ്ടുവന്ന ഒരു സംഘം ഇങ്ങനെയാണോ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്? അതുകൊണ്ട് നിങ്ങളുടെ വ്യാമോഹമാണിത്. ഇങ്ങനെയെല്ലാം പറഞ്ഞ് എന്നെ കുറേ കരുതേച്ചാൽ എനിക്ക് വോട്ട് ചെയ്യുന്ന ആളുകൾ മാറ്റി ചെയ്യുന്നുള്ളത്. കുടുംബ ഗ്രൂപ്പുകളിൽ നിങ്ങൾ ഇട്ടാൽ ആ കുടുംബത്തിൽ എന്നെ അറിയുന്നവരില്ലേ? അവർ പറയില്ലേ ഞങ്ങളുടെ ശൈലജ ടീച്ചർ ഇങ്ങനെയല്ല എന്നുള്ളത്, ഏത് പാർട്ടിയിൽപ്പെട്ടവരായാലും. അതുകൊണ്ട് അത് ഇങ്ങനെ നിരന്തരമായിട്ട് വരുമ്പോൾ എനിക്ക് അത് പറയാതിരിക്കാം. ഞാൻ ഇത്ര ആൾ ക്ഷമിച്ചു. ഞങ്ങളുടെ കൂടെയുള്ളവരെല്ലാം പറഞ്ഞു മതി, അതങ്ങോട്ട് പോവാൻ നോക്കാം, നമുക്ക് 1-2 ഇട്ടിട്ട് അങ്ങ് പോവാൻ നോക്കാം. പക്ഷെ 1-2 മരണവെപ്രാളം കാണിക്കുകയാണ് കേട്ടോ. ഇനിയിപ്പം തിരഞ്ഞെടുപ്പിന് 5-8 ദിവസമേ ഉള്ളൂ. ഇനി എന്ത് വെപ്രാളം കാണിക്കാമെന്ന് എനിക്കറിയില്ല. ഒരുതരം വെപ്രാളം, എങ്ങനെയെങ്കിലും എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കി അടങ്ങൂ എന്ന മട്ടിൽ ഇങ്ങനെ ഇട്ടുകൊണ്ടേയിരിക്കുകയാണ്.